Good morning. Good morning, ma'am. Good morning, ma'am. സുഖാണോ? ഓക്കെ. മിസ്സിന് സുഖാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? കമ്പോണൻസ് വായിച്ചു നോക്കിയായിരുന്നോ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നമ്മള് നെക്സ്റ്റ് ടോപ്പിക് ആണ് പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി. പെർസ്പെക്റ്റീവ് എന്താ? പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാല് കാഴ്ചപ്പാട് അല്ലെ, ക്വാളിറ്റിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഗുണനിലവാരത്തിന്റെ കാഴ്ചപ്പാട്. ഇതാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? 1 മിനിറ്റ്. ഓക്കെ, കാഴ്ചപ്പാട്. അപ്പോ നോക്കിക്കോളൂ കേട്ടോ. പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി. The health staff, health manager, clients and communities are all stakeholders in service delivery. അല്ലെ, നമ്മൾ ഒരു ഗുണനിലവാരമുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആരൊക്കെ അതിനകത്ത് പങ്കാളികളാണെന്നാണ് പറയുന്നത്? ഹെൽത്ത് സ്റ്റാഫുകൾ ഉണ്ടാവും, അതുപോലെ ഹെൽത്ത് മാനേജർ ഉണ്ടാവും, ക്ലയൻസ് അല്ലെ. ക്ലയൻസ് ആരാ? ക്ലയൻസ്? ക്ലയൻസ് ആരാ? കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ്. അതുപോലെ എന്താണ്? കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാല് പങ്കാളികൾ. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീൻസ് പങ്കാളികള്. ഒരു സർവീസ് നമ്മള് പ്രൊവൈഡ് ചെയ്യുമ്പോ ആരെല്ലാമാണ് പങ്കാളികളായിട്ട് വരുന്നത്? ഹെൽത്ത് സ്റ്റാഫ്, ഹെൽത്ത് മാനേജർ, ക്ലയൻസ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിറ്റീസ്. Each of these group may hope for different things from health service. നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലില് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇത്ര ആൾക്കാര് പങ്കാളികളാകുന്നുണ്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെന്ന് പറഞ്ഞല്ലേ. ഇനി ഇവർക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള കാഴ്ചപ്പാടാണോ ഉണ്ടാകുന്നത്? ഒരുപോലെ ആയിരിക്കോ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം? അല്ല. എന്താണ്? ഓരോരുത്തർക്കും വ്യത്യാസമാണ് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. മാനേജർക്കുള്ള അല്ലെങ്കിൽ ഹെൽത്ത് മാനേജർക്കുള്ള കാഴ്ചപ്പാടായിരിക്കില്ല ക്ലയൻസിനുള്ളത്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസിനുള്ള കാഴ്ചപ്പാടായിരിക്കില്ല ഹെൽത്ത് സ്റ്റാഫിനുള്ളത്. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ, ക്വാളിറ്റിയെ കുറിച്ചുള്ള, ഗുണനിലവാരത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണ്. ഇവിടെ നോക്കിയേ. ഇനി പേഷ്യൻസ് ഉണ്ട്, ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ ഉണ്ട്, ഹെൽത്ത് കെയർ മാനേജർ ഉണ്ട്. ഇവർക്ക് ക്വാളിറ്റിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് പേഷ്യൻസിനുള്ള കാഴ്ചപ്പാടാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ദ പേഷ്യന്റ് ഓർ ക്ലയന്റ്. പേഷ്യന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ക്ലയന്റ് എന്ന്. ഓക്കെ, എല്ലാവർക്കും അറിയാം. ഇനി എന്താണ്? റിസർച്ച് done is different parts of the country reveals that our patients or clients require service that. എന്താണ്? ഓരോ കൺട്രീസിലും ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രീസിൽ നിന്ന് നമ്മൾ റിസർച്ച് നടത്തി, ഗവേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ട് പേഷ്യൻസിന് ഉള്ള കാഴ്ചപ്പാടാണ് ഇവിടെ കുറച്ച് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കോളൂ. ആർ ഡെലിവേർഡ് ഓൺ ടൈം by friendly. എന്താ പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് ആണ് ഡെലിവേർഡ് ഓൺ ടൈം ബൈ ഫ്രണ്ട്ലി. സർവീസ് എന്തായിട്ട് കൊടുക്കണം? കൃത്യസമയത്ത്, ഓൺ ടൈമിൽ അല്ലെ, കൃത്യസമയത്ത് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്താണ്? ആൻഡ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ്. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്? മര്യാദപൂർവ്വം പെരുമാറണം അല്ലെ. സ്റ്റാഫുകളായാലും അതുപോലെ ക്ലയൻസിനോടായാലും അവിടുത്തെ സ്റ്റാഫുകൾ നല്ല റെസ്പെക്റ്റോട് കൂടിയിട്ട് പെരുമാറണം. ഇനി എന്താണ് പറയുന്നത്? ബഹുമാനിക്കുക. സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം. ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട്, നല്ല റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുക അവർക്ക്. അതുപോലെ തന്നെ ആൻഡ് that they can afford. എന്താണ് അഫോർഡ് എന്ന് പറഞ്ഞാല്? ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം അല്ലെ. അവർക്ക് അവരുടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റില് ഫിനാൻഷ്യൽ ആയിട്ട് താങ്ങാൻ പറ്റുന്ന രീതിയിൽ ഉള്ളതായിരിക്കണം അവിടെ കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത്.
provide them with sufficient information about their condition and treatment. ഹോസ്പിറ്റലില് ഓരോ രോഗികൾക്കും അവർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ട്രീറ്റ്മെന്റിന്റെ മതിയായിട്ടുള്ള ഇൻഫർമേഷൻ, ശരിയായ ഇൻഫർമേഷൻ, രോഗിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്, മെച്ചർ ആയിട്ടുണ്ടോ, അങ്ങനെയുള്ള കണ്ടീഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം, ഇൻഫർമേഷൻസ് കൊടുക്കാം. അതുപോലെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ, ഇനി എന്തൊക്കെ ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താണ്, പ്രൊവൈഡ് them with all drugs they require. എല്ലാ മരുന്നുകളെ കുറിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ എന്താണ്, give privacy, സ്വകാര്യത കൊടുക്കുക, സ്വകാര്യത നൽകണം. അതുപോലെ തന്നെ എന്താണ്, are within their reach distance and give in a language they can understand. എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് നമ്മൾ പഠിച്ചത്, അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോ എന്താണ്, അവർക്ക് ലാംഗ്വേജ് ഒക്കെ എന്താണ് വ്യത്യാസമാണ് അല്ലെ. അപ്പൊ അവർക്ക് നല്ല രീതിയിലുള്ള, അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജിലായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കേണ്ടത്. പഠിച്ചിട്ടുണ്ടായിരുന്നോ? അതുപോലെ തന്നെയാണ് ഇവിടെ ഓരോ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജിൽ ഓരോ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മള് പറഞ്ഞത്. പേഷ്യൻസിന്റെ കാഴ്ചപ്പാടുകൾ, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, പേഷ്യൻസിന് എന്തൊക്കെ കാഴ്ചപ്പാടുകളാണുള്ളത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു, കറക്റ്റ് ടൈമിൽ നമ്മള് സർവീസ് പ്രൊവൈഡ് ചെയ്യാം, റെസ്പെക്ട്ഫുൾ അല്ലെ, ആദരപൂർവ്വം അല്ലെങ്കിൽ മര്യാദപൂർവ്വം പെരുമാറുന്ന സ്റ്റാഫുകളായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, അവരുടെ സേഫ്റ്റി, പേഷ്യൻസിന് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ പോസിറ്റീവ് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെയും അതുപോലെ തന്നെ അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ്, ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഇൻഫർമേഷൻ, ശരിയായ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ എന്താണ്, ഓരോ മരുന്നിനെ കുറിച്ചുള്ള, ഡ്രഗ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. സ്വകാര്യത നൽകണം. അതുപോലെ എന്താണ്, അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജിലായിരിക്കണം ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ്, സെക്കൻഡ് ആണ് ദ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ. ഹെൽത്ത് സ്റ്റാഫ് എന്നും പറയുന്നുണ്ട്, അതുപോലെ ഹെൽത്ത് പ്രൊവൈഡർ എന്നും പറയുന്നുണ്ട് കേട്ടോ. ഹെൽത്ത് സ്റ്റാഫിനെ ഹെൽത്ത് പ്രൊവൈഡർ എന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ സ്റ്റാഫിന്റെ അവിടെ ഒരു ഇത് ഒന്ന് ഹൈഫണോ എന്തെങ്കിലും ഇട്ടൊന്ന് നോക്കാം കേട്ടോ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഹെൽത്ത് സ്റ്റാഫിനെ ഹെൽത്ത് പ്രൊവൈഡർ എന്നും കൂടി പറയുന്നുണ്ട്. അവരടുപ്പിച്ച് ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആയോ?
ഹെൽത്ത് പ്രൊവൈഡറിനെ പറയുന്ന മറ്റൊരു പേര് ചോദിക്കാം. എന്താണ്? ഹെൽത്ത് സ്റ്റാഫ്. ഓക്കെ, നോക്കാം. ദ ഹെൽത്ത് പ്രൊവൈഡർ ക്യാൻ പ്രൊവൈഡ് ക്വാളിറ്റി കെയർ. ആരാണ് ക്വാളിറ്റി എന്നുള്ള ഗുണനിലവാരമുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്? ആരാണ്? ഹെൽത്ത് പ്രൊവൈഡർ ആണ്, അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫ് ആണ്. ഇഫ് ഹി ഓർ ഷീ ഹാസ് സഫിഷ്യന്റ് നോളജ് ആൻഡ് സ്കിൽസ്. അവർക്ക് എന്ത് വേണം? നല്ല ഗുണനിലവാരമുള്ള ക്വാളിറ്റി ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ വേണം? സഫിഷ്യന്റ് ആയിട്ടുള്ള, ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ മതിയായ രീതിയിലുള്ള നോളജും വേണം. പിന്നെ എന്ത് വേണം? സ്കില്ലും ആവശ്യമാണ്. ആഡിക്വേറ്റ് റിസോഴ്സസ്, സ്റ്റാഫ്, ഡ്രഗ്സ്, സപ്ലൈസ്, എക്യുപ്മെന്റ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് എക്സെട്ര. എന്താണ്? ഇങ്ങനെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്? ആഡിക്വേറ്റ് റിസോഴ്സസ്, സ്റ്റാഫ് അല്ലെ, സ്റ്റാഫിന് ആവശ്യമാണ്. ഡ്രഗ്സുകൾ, മെഡിസിൻസ് വേണം. സപ്ലൈസ്, മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ്, അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളും അവർക്ക് ആവശ്യമാണ്. ആൻഡ് സേഫ് ആൻഡ് ക്ലീൻ വർക്ക് പ്ലേസ്. അവർക്ക് നല്ല സേഫ്റ്റിയും അതുപോലെ തന്നെ ക്ലീൻ വർക്ക് പ്ലേസും പ്രൊവൈഡ് ചെയ്യണം. Opportunity to frequently improve himself or herself. It is well paid and rewarded for good work. എന്താണ്? നല്ല രീതിയിൽ അവരുടെ വർക്കിൽ അവർക്ക് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ അവർക്ക് നല്ല രീതിയിലുള്ള സാലറി പേ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്താണ്? നല്ല ഗുഡ് വർക്ക് അവര് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിവാർഡുകൾ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്? റിസോഴ്സുകൾ അല്ലെ, സ്റ്റാഫുകൾ വേണം, ഡ്രഗ്സുകൾ വേണം, സപ്ലൈസ്, എക്യുപ്മെന്റ്സ്, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ, അതുപോലെ നല്ല ക്ലീൻ വർക്ക് പ്ലേസ് വേണം, സേഫ്റ്റി ഉറപ്പുവരുത്തണം. അവരുടെ വർക്കിൽ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പറഞ്ഞില്ലേ, എന്തൊക്കെയാണ്? വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുക, അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് അവർക്ക് കൊടുക്കുക. അതുപോലുള്ള പ്രോഗ്രാംസുകൾ അവർക്ക് അവരുടെ വർക്ക് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്താണ്? നല്ല രീതിയിലുള്ള സാലറി പ്രൊവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്? സാലറി ഇല്ലെങ്കിൽ എന്താ? സാലറി ഇല്ലെങ്കിൽ എന്ത് പറ്റും? അവരുടെ വർക്കിൽ അവര് ഇതായിരിക്കോ? നല്ല ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് പെരുമാറാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് നല്ല രീതിയിലുള്ള ഒരു സാലറി പ്രൊവൈഡ് ചെയ്യണം, റിവാർഡും കൊടുക്കണം. ഓക്കെ, മനസ്സിലായോ? പിന്നെ എന്താണ്? ഇനി നെക്സ്റ്റ് ആണ് ദ ഹെൽത്ത് കെയർ മാനേജർ. ദ ഹെൽത്ത് കെയർ മാനേജർ കൺസിഡേഴ്സ് ക്വാളിറ്റി കെയർ ആസ്. ഇനി ഹെൽത്ത് കെയർ മാനേജർ എങ്ങനെയാണ് ക്വാളിറ്റിയെ കൺസിഡർ ചെയ്യുന്നത്? മാനേജിങ് എഫിഷ്യന്റ്ലി ദ റിസോഴ്സസ് ഫോർ ദ ഹെൽത്ത് ഫെസിലിറ്റി. നല്ല രീതിയിൽ എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യന്റ് കാര്യക്ഷമമായ അല്ലെ, കാര്യക്ഷമമായിട്ട് റിസോഴ്സസ്. ഓക്കെ, കാര്യക്ഷമമായിട്ട് റിസോഴ്സസിനെ മാനേജ് ചെയ്യുക. അതുപോലെ എന്താണ്? ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് ടാർജറ്റ്സ് അല്ലെ, അവർക്ക് ചിലപ്പോ വർക്കിലിപ്പോ ടാർജറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അറ്റൈൻ ചെയ്യുന്നുണ്ടോ, നേടിയെടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം, ചെക്ക് ചെയ്യാം. അതുപോലെ എന്താണ്? ഹെൽത്ത് സ്റ്റാഫ് ബീങ് ഫ്രീക്വന്റ്ലി സപ്പോർട്ടഡ് ആൻഡ് സൂപ്പർവൈസ്ഡ്. ഹെൽത്ത് സ്റ്റാഫുകളെ ഫ്രീക്വന്റ്ലി ആയിട്ട് സപ്പോർട്ട് ചെയ്യാം, തുടർച്ചയായിട്ടുള്ള സപ്പോർട്ടും സൂപ്പർവിഷനും കൊടുക്കാം. നോട്ടോ, അവരെ ജോലി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ വർക്കില് ഒരു റെസ്പോൺസിബിൾ ആണോ എന്നൊക്കെ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ്ലി ആയിട്ട് അല്ലെ, തുടർച്ചയായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെന്താണ്? Have ample and competent staff to provide care. നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതില് മതിയായ രീതിയിലുള്ള സ്റ്റാഫുകൾ, കഴിവുള്ളത്, കോമ്പീറ്റന്റ് മീൻസ് കഴിവുള്ള സ്റ്റാഫുകളും അവിടെ ആവശ്യമാണ്. പിന്നെന്താണ്? സ്റ്റാഫ് ബീങ് ഡിസിപ്ലിൻ അല്ലെ, ഡിസിപ്ലിനോട് കൂടി പെരുമാറാനായിട്ട് നോക്കുക. അതുപോലെ എന്താണ്? പ്രൊവൈഡിങ് നെസസറി റിസോഴ്സസ് ഫോർ വർക്ക്. അവരുടെ വർക്കില് നല്ല രീതിയിലുള്ള ആവശ്യത്തിനുള്ള റിസോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഹെൽത്ത് കെയർ മാനേജറുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്? ആ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതിന് ഹെൽത്ത് കെയർ മാനേജർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങള്, നോക്കേണ്ട കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്?
നല്ല രീതിയിൽ മാനേജ് അല്ലെ, എഫിഷ്യന്റ് കാര്യക്ഷമമായിട്ട് റിസോഴ്സസുകൾ മാനേജ് ചെയ്യുക. അതുപോലെ സ്റ്റാഫിന്റെ ടാർഗറ്റ് അറ്റൈൻ ചെയ്യുന്നുണ്ടോ നോക്കുക. അതുപോലെ നല്ല രീതിയിൽ ഫ്രീക്വന്റ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുക. ആംബിൾ ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടോ, നല്ല കഴിവുള്ള കോമ്പീറ്റന്റോട് കൂടിയ കഴിവുള്ളതുമായ സ്റ്റാഫുകൾ എന്തിനു വേണ്ടിയിട്ടാണ്, നല്ല രീതിയിൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാഫുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെ ഒരാൾ പറഞ്ഞത് ഡിസിപ്ലിനോട് കൂടിയിട്ട് പെരുമാറാൻ നോക്കാം. എല്ലാ സ്റ്റാഫുകളെയും നയിക്കാം, ഡിസിപ്ലിൻ ആയിട്ട് നയിക്കാം. അതുപോലെ എന്താണ്, പ്രൊവൈഡിങ് നെസസറി റിസോഴ്സസ് ഫോർ ദ വർക്ക്, അവർക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള റിസോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെയാണോ? രണ്ട് ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ മാനേജർ. ഒന്ന് വായിച്ചു നോക്കിയേ. ഡോക്ടറിന്റെ സോഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെയാണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷൻ കേട്ടിട്ടുണ്ടോ നിങ്ങള്? പഠിച്ചിട്ടുണ്ടോ ഇതിനു മുൻപ്? അക്രഡിറ്റേഷൻ യെസ്, എവിടെയാണ് ഏത് ചാപ്റ്ററിലാണ് പഠിച്ചിരിക്കുന്നത്? നാബിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് അക്രഡിറ്റേഷൻ? എന്താണ് അക്രഡിറ്റേഷൻ? ഓക്കെ, നാബില് നിലവാരം നിശ്ചയിക്കുന്നത് അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം. അക്രഡിറ്റേഷൻ ഈസ് എ പ്രോസസ് in which any entity separate and distinct from healthcare organization, normally not governmental. എന്താ പറയുന്നത്? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ആണ് അല്ലെ. ഈ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റി ആണ്, which is an entity, സ്ഥാപനമാണ്. ഈ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എന്താ കൊടുക്കുന്നത്? ഒരു സ്ഥാപനത്തിന് സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് separate and distinct from the healthcare organization, normally non-governmental. ഒരു സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കുന്നതാണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞത്. അക്രഡിറ്റേഷൻ എന്താ പറഞ്ഞത്? ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കുന്നതാണ് എന്ത്? അക്രഡിറ്റേഷൻ. കിട്ടിയോ? ഇത്രയും മനസ്സിലായോ? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ?
അതിന് വേണ്ടിയിട്ട് എന്താണ് ഔദ്യോഗികമായിട്ട് നമ്മൾ അംഗീകാരം കൊടുക്കണമല്ലോ. അത് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ടാവും അല്ലെ? ആ സ്റ്റാൻഡേർഡ് അവർ പാലിച്ചാൽ മാത്രമാണ് അക്രഡിറ്റേഷൻ കൊടുക്കുകയുള്ളൂ. ഓക്കെ, മനസ്സിലായോ? പിന്നെ എന്താണ് നോർമലി നോൺ ഗവൺമെന്റൽ അല്ലെ? അക്രഡിറ്റേഷൻ സ്ഥാപനം എന്നത് എന്താണ്? നോൺ ഗവൺമെന്റ് ആണ്. മനസ്സിലായോ? അത് നിങ്ങൾ അടിയിൽ വരച്ചോളൂ കേട്ടോ. അപ്പൊ അക്രഡിറ്റേഷൻ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഒരു എൻറ്റിറ്റി ആണ്, ഒരു നോൺ ഗവൺമെന്റ് സ്ഥാപനമാണ്. അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് എന്ത് കൊടുക്കുന്നു? അംഗീകാരം കൊടുക്കുന്നതാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ് അവർ പാലിച്ചാൽ മാത്രമാണ് അക്രഡിറ്റേഷൻ കൊടുക്കുകയുള്ളൂ. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. ഡൗട്ട് ഉണ്ടോ പറഞ്ഞതില്? ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ ഓക്കെ. ഇനി നോക്കിയേ, നെക്സ്റ്റ് സെന്റൻസ് നോക്കൂ കേട്ടോ. 3 പോയിന്റ് ആദ്യം അവിടെ കൊടുത്തിട്ടുണ്ട്. As the health care organization is decided if it meets a set of needs, standards planned to improve the safety and quality of care. എന്താണ്? ഒരു ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് അവർ പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവര് അംഗീകാരം കൊടുക്കുന്നു. അതാണ് അക്രഡിറ്റേഷൻ. ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് അവർ പാലിച്ചാൽ മാത്രമാണ് ഈ അംഗീകാരം കൊടുക്കുകയുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി എന്താണ്? സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പരിചരണത്തിന്റെ. ഏതാ സുഷ പറയേണ്ടത്? ഒന്നുകൂടി പറയാം. സെക്കൻഡ് സെന്റൻസ് ആണോ? സെക്കൻഡ് സെന്റൻസ് ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ അംഗീകാരം കൊടുക്കുകയുള്ളൂ, അക്രഡിറ്റേഷൻ കൊടുക്കുകയുള്ളൂ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? കൃത്യമായിട്ടുള്ള നല്ല രീതിയിൽ ഗുണനിലവാരമുള്ള ഒരു പരിചരണത്തിനും അതുപോലെ തന്നെ അതിന്റെ സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡേർഡ്സ് വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. As is the health care organization to decide if it meets a set of needs, standards planned to improve the safety and quality of care. അല്ലേ? ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലാണ്. അപ്പൊ ആ ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് അവർ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അക്രഡിറ്റേഷൻ ആ ഹോസ്പിറ്റലിന് കൊടുക്കുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹോസ്പിറ്റലുകൾക്ക് ഇങ്ങനെ സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിശ്ചയിച്ചിട്ടുള്ളത്? കൃത്യമായിട്ടുള്ള നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള കെയർ അതുപോലെ തന്നെ സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നതിന്. മനസ്സിലായോ? പോയിന്റിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ ആ പോയിന്റ്? ഓക്കെ. പിന്നെന്താണ്? അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി. എന്താണ്? സ്വമേധ്യ നടക്കുന്ന ഒരു പ്രേരണയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? യൂഷ്വലി വോളണ്ടറി ആണ്, സ്വമേധ്യ നടക്കുന്ന ഒരു പ്രേരണയാണ്. ഇപ്പൊ മറ്റുള്ളവരുടെ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ മറ്റുള്ളവര് പറഞ്ഞിട്ടോ ഒന്നുമല്ല അക്രഡിറ്റേഷൻ ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കുന്നത്. സ്വമേധ്യ നടക്കുന്ന ഒരു പ്രേരണയാണ്. ഇനി എന്താണ്? ഇറ്റ് ഹാസ് gained worldwide attention as an effective quality assessment and management tool. ഫലപ്രദമായ ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നതിനും അതുപോലെ വിലയിരുത്തുന്നതിനും, അല്ലെ? അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിലയിരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ ഈ അക്രഡിറ്റേഷൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. എന്താണ്? വേൾഡ് വൈഡ് ആയിട്ടല്ലേ പറയുന്നത്? വേൾഡ് വൈഡ് ആയിട്ട് ഫലപ്രദമായ ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നതിനും അത് വിലയിരുത്തുന്നതിനും വേണ്ടിയിട്ട് മാനേജ്മെന്റ് ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ അക്രഡിറ്റേഷൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ക്ലിയർ ആയോ? അപ്പം 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു നോൺ ഗവൺമെന്റൽ സ്ഥാപനമാണ്. അതുപോലെ എന്താണ്, ഔദ്യോഗികമായിട്ട് ഒരു സ്ഥാപനത്തിന് അംഗീകാരം കൊടുക്കുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് അക്രഡിറ്റേഷൻ കിട്ടുന്നത്? ഒരു സ്ഥാപനത്തിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ് പാലിച്ചാൽ മാത്രമേ ആ സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ, ആ അംഗീകാരം കിട്ടുകയുള്ളൂ. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് 3 പോയിന്റിൽ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ് പാലിച്ചാലേ അക്രഡിറ്റേഷൻ കിട്ടുകയുള്ളൂ. ഈ സ്റ്റാൻഡേർഡ് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്? നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റികളും അതിന്റെ സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് സ്വമേധയാ നടക്കുന്ന ഒരു പ്രേരണയാണ്. അതുപോലെ തന്നെ എന്താണ്, ഫലപ്രദമായിട്ടുള്ള ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നതിനും അത് വിലയിരുത്തുന്നതിനും അസസ്മെന്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ അക്രഡിറ്റേഷൻ എന്താണ് ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. ഡൗട്ട് ഉണ്ടോ 3 പോയിന്റിലും? ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് ആണ് ബെനഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. എന്തൊക്കെ ബെനഫിറ്റ്സ് ആണ് അക്രഡിറ്റേഷൻ ഉള്ളത്? ഓക്കെ, ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6 പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്, അല്ലെ? പബ്ലിക്കിന്റെ ട്രസ്റ്റ്, വിശ്വാസം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അക്രഡിറ്റേഷൻ, അല്ലെ? ഹോസ്പിറ്റലില് ഒരു നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എന്താണ്, അതിന് അക്രഡിറ്റേഷൻ കിട്ടുമല്ലോ. നമുക്ക് പ്രത്യേകമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് പാലിച്ചുകൊണ്ടാണ് ആ ഹോസ്പിറ്റല് പ്രവർത്തിക്കുന്നതെങ്കിൽ അക്രഡിറ്റേഷൻ ആ ഹോസ്പിറ്റലിന് കിട്ടും. അപ്പൊ പബ്ലിക്കിന്റെ ഇടയിൽ എന്താണ്, ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ് അല്ലെ നിലവാരത്തോടു കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിന് നല്ല ഒരു ഇതായിരിക്കും കിട്ടുന്നത് പബ്ലിക്കിന്റെ മുമ്പിൽ. പബ്ലിക്കിന് വിശ്വാസം ഇംപ്രൂവ് ചെയ്യാനായിട്ട് അക്രഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കിട്ടിയോ ഫസ്റ്റ് പോയിന്റ്? ഇനി എന്താണ്? പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്കിംഗ് എൻവയോൺമെന്റ്. എന്താണ്? പ്രൊവൈഡ്, സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള, അല്ലെ, നല്ല ഫലപ്രദമായിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെന്റും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലുകൾക്ക്. അക്രഡിറ്റേഷൻ കിട്ടുന്നതിലൂടെ നല്ല സേഫ്റ്റിയും നല്ല സ്റ്റാൻഡേർഡോട് കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനായാലും ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനായാലും സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് നല്ല വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? നെഗോഷിയേറ്റ് വിത്ത്
സോഴ്സസ് ഓഫ് പേയ്മെന്റ്. എന്താണ് നെഗോഷിയേറ്റ്? നെഗോഷിയേഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ നമ്മള്? ചർച്ച അല്ലെ, ചർച്ച നടത്താം. എന്താണ്? നല്ല ഗുണനിലവാരമുള്ള ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ മറ്റു പല നല്ല രീതിയിലുള്ള സ്ഥാപനങ്ങളുമായിട്ട് ചർച്ച നടത്താനായിട്ട്, അല്ലെ, എന്തെങ്കിലും കരാറിലൊക്കെ ഏർപ്പെടാനായിട്ട് ഈ അക്രഡിറ്റേഷൻ വഴി സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇനി എന്താണ്? Listen to patients and their families, respect their rights, and involve with them in the care process as partners. എന്താ പറയുന്നത്? അവിടെ വരുന്ന പേഷ്യൻസിനായാലും അവരുടെ ഫാമിലിനെ ആയാലും എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അവിടെ റെസ്പെക്ട് ചെയ്യണം, അല്ലെ, നല്ല രീതിയിൽ ബഹുമാനിക്കണം. അതുപോലെ തന്നെ അവരുടെ റൈറ്റ്സ് എന്താ? അവകാശങ്ങള് മാനിക്കുകയും ചെയ്യണം. ഇത്രയും കാര്യമാണ് ആ 4th പോയിന്റിൽ പറയുന്നത് കേട്ടോ. അവിടെ വരുന്ന പേഷ്യൻസിനെയും അവരുടെ ഫാമിലിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങൾ മാനിക്കുകയും ചെയ്യാം. ഇനി എന്താണ്? Generate the culture that is open to learning. നിങ്ങള് ഓപ്പൺ ഡേ ഹൗസ് പഠിച്ചിട്ടുണ്ടോ? എവിടെയാ പഠിച്ചിരിക്കുന്നത് ഓപ്പൺ ഡേ ഹൗസ്? ഓർമ്മയുണ്ടാ? ചാപ്റ്ററിൽ പഠിച്ചതായിട്ട് ഓപ്പൺ ഡേ ഹൗസ്. ആരൊന്നും മിണ്ടുന്നില്ലല്ലോ, പോയെല്ലാവരും. ഓപ്പൺ ഡേ ഹൗസ് പഠിച്ചത് ഓർമ്മയുണ്ടാ? കേട്ടിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്റർ അല്ല, ഞാനെടുത്ത ചാപ്റ്റർ അല്ല. പബ്ലിക് റിലേഷനിൽ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഓപ്പൺ പഠിച്ചിരുന്നല്ലേ? ഏതാ ചാപ്റ്റർ ഒന്നും ഓർമ്മയില്ല. ഓക്കെ, പബ്ലിക് റിലേഷനിലാണ് നമ്മൾ പഠിച്ചത് ഓപ്പൺ ഡേ ഹൗസ്. എന്താ ഓപ്പൺ ഡേ ഹൗസ്? ഓക്കെ, ചാപ്റ്റർ ഓർമ്മയില്ല, കുറെ ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ടല്ലോ. എന്താണ്? സാരില്ല, പോട്ടെ. ഓപ്പൺ ഡേ ഹൗസ് എന്താ? എന്താണ്? നമ്മളെ ഇപ്പോ കുട്ടികളൊക്കെ ഓപ്പൺ ഹൗസ് അല്ലെ, അതുപോലെ എന്താണ് നമ്മള് തുറന്നു കിടക്കുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ പുതിയ പുതിയ സർവീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് നോക്കി കണ്ട് അതിനെ കുറിച്ച് അറിയാനായിട്ട് പറ്റും. അതാണ് എന്ത്? അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽസിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് നേരിട്ട് കണ്ടുപോയിട്ട്, പബ്ലിക്കിനാണെങ്കിൽ നേരിട്ട് കണ്ടുപോയിട്ട് ഓരോ ജനങ്ങൾക്കും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ട് പഠിക്കാനായിട്ട്, ലേൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാണ് അടുത്ത ബെനിഫിറ്റ് ആയിട്ട് പറഞ്ഞത്. ക്ലിയർ ആയോ? ഓപ്പൺ ഹൗസിലൊക്കെ അങ്ങനെയല്ലേ? നമ്മളെ കുട്ടികളുടെ ഓപ്പൺ ഹൗസിലൊക്കെ പോവാറില്ലേ നമ്മള്? PTA മീറ്റിംഗ്. അവിടെ എന്താ? അവിടെ ഇപ്പൊ പുതിയ സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ പഠന രീതികളെ കുറിച്ചൊക്കെ ടീച്ചർമാര് പറയാറുണ്ട്, അല്ലെ? നേരിട്ട് കണ്ടുപോയിട്ട് ടീച്ചർമാരുടെ നമുക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യാം, കുട്ടികളെ കുറിച്ചായാലും. അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ പുതിയ പുതിയ സർവീസുകൾ ഇതൊക്കെ പറഞ്ഞു തരാറില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ്? നല്ല രീതിയിൽ അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടുത്തെ പുതിയ സർവീസുകൾ എങ്ങനെയാണ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ട്രീറ്റ്മെന്റുകൾ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് പോയിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെന്താണ്? എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. ഒരിക്കൽ അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ചിലപ്പോ ഇയർലി കിട്ടണമെന്നില്ല, അല്ലെ? അക്രഡിറ്റേഷൻ ചിലപ്പോ പിന്നെയും കിട്ടണമെന്നില്ല. കാരണം എന്താണ്? സ്റ്റാൻഡേർഡ്സ് ചിലപ്പോ അവര് മാറ്റിക്കൊണ്ടിരിക്കാം. ആ സ്റ്റാൻഡേർഡ്സ് നല്ല രീതിയിൽ ഫോളോ ചെയ്താൽ മാത്രമേ ആ ഹോസ്പിറ്റലിന് പിന്നെ അക്രഡിറ്റേഷൻ കിട്ടുകയുള്ളൂ. ഒരിക്കൽ അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർക്ക് പിന്നെയും കിട്ടണമെന്നില്ല. ചിലപ്പോ സ്റ്റാൻഡേർഡ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ മാറ്റാലോ, ഡിഫറെന്റ് ആക്കാം. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പാലിച്ചവർക്ക് മാത്രമേ അക്രഡിറ്റേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ്സ് പുതിയത്
മാറ്റിയിട്ടുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ പാലിക്കണമെങ്കിൽ ആരുടെയൊക്കെ സഹായം വേണം? ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളുടെയും അല്ലെ സഹകരണത്തോട് കൂടിയിട്ട് നേതൃത്വം കൊടുക്കണം. ഓക്കെ, അതാണ് ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റീവ് ലീഡർഷിപ്പ്, കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. എല്ലാവരും നല്ല രീതിയിൽ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണം. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷനിൽ പറഞ്ഞത്. ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്, പബ്ലിക്കിന്റെ വിശ്വാസം എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനായാലും അവിടെ വരുന്ന പേഷ്യൻസിനായാലും സേഫ്റ്റി ഉറപ്പുവരുത്തുകയും നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ എന്താണ്? നെഗോഷിയേഷൻ അല്ലെങ്കിൽ നെഗോഷിയേറ്റ് എന്ന് പറഞ്ഞാൽ ചർച്ച നടത്തുക. അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റലിനാണെങ്കിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള സ്ഥാപനങ്ങളായിട്ട് നമ്മൾ ചർച്ച നടത്തി കരാറിൽ ഏർപ്പെടാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ അവിടെ വരുന്ന പേഷ്യൻസിന് അവരുടെ ഫാമിലിനെയും റെസ്പെക്ട് ചെയ്യുകയും അതുപോലെ അവരുടെ റൈറ്റ്സ് അവകാശങ്ങളെ മാനിക്കുകയും ചെയ്യണം. പിന്നെന്താണ്? അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റലാണെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും പബ്ലിക്കിന് അന്ന് കണ്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും. ഒന്ന് വായിച്ചു നോക്കട്ടെ. മിസ്സിന് ചുമ വന്നിട്ടാണേ. ഒന്ന് വായിച്ചു നോക്കി. ഡൗട്ട് ഉണ്ടോ പോയിന്റ്സില്? ബെനിഫിറ്റ്സ് വായിച്ചു നോക്കിയോ? ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു JCI. JCI മുമ്പ് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ഇല്ലല്ലോ, മുമ്പ് പഠിച്ചതാണോ JCI? ഇല്ല. JCIയുടെ ഫുൾ ഫോം എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. അടിയിൽ വരച്ച് പഠിക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അടിയിൽ വരച്ച് വെക്കാം, നോട്ട് ചെയ്ത് പഠിക്കാം. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ വാസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ late 1990s to observe hospital outside the United States. അപ്പോ ഈ JCI എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് 1990s. അതുപോലെ
ഇനി ഇതെന്തിനു വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഈ US-ന് അല്ലെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഘടന എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എന്താ പറഞ്ഞത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ JCI എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ ആണോ? ഇനി എന്താണ് JCI, which is also not for profit, presently accredits facilities in Asia, Europe, the Middle East and South America. എന്ന് പറഞ്ഞത് JCI എന്ന് പറഞ്ഞാല് is also not for profit. എന്താ not for profit എന്ന് പറഞ്ഞാല്? not for profit. എന്താണ്? നോൺ പ്രോഫിറ്റ് ആണ് അല്ലെ, ഒരു ലാഭേച്ഛയില്ലാത്ത സ്ഥാപനമാണ്. JCI എന്ന് പറഞ്ഞാൽ ഒരു ലാഭേച്ഛയില്ലാത്ത നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്, ലാഭേച്ഛയില്ലാത്ത സ്ഥാപനമാണ്. അതുപോലെ തന്നെ എന്താണ്? നിലവില് പ്രസന്റ്ലി അക്രെഡിറ്റ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. നിലവില് അക്രെഡിറ്റ്സ് ആയിട്ടുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ അക്രെഡിറ്റേഷൻ സൗകര്യങ്ങൾ എവിടെയൊക്കെയാണുള്ളത്? ഏഷ്യയിലുണ്ട്, യൂറോപ്പിലുണ്ട്, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സൗത്ത് അമേരിക്ക. ഇവിടേക്കാണ് പ്രസന്റ്ലി നിലവിലായിട്ട് ഈ അക്രെഡിറ്റേഷൻ ഫെസിലിറ്റീസ് ഉള്ളത്. ഏഷ്യയില്, യൂറോപ്പില്, മിഡിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് അമേരിക്ക. JCI എന്ന് പറഞ്ഞാൽ ഒരു ലാഭേച്ഛയില്ലാത്ത നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ക്ലിയറായില്ലേ? സെക്കൻഡ് പോയിന്റ് ഒക്കെയാണോ? ഇനി തേർഡ് പോയിന്റ് നോക്കിയേ. The account of JCI accredited hospital worldwide shows 820 hospitals in 47 and above countries. എന്താ പറയുന്നത്? 2015 ലിസ്റ്റ് പ്രകാരം 2015 ലിസ്റ്റ് പ്രകാരം വേൾഡ് വൈഡ് ആയിട്ട് ഹോസ്പിറ്റൽസിന് അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 820 ആണ്. 47 കൺട്രീസില് കൂടുതലായിട്ട് എബവ് കൺട്രീസിലായിട്ട് 820 ഹോസ്പിറ്റലിനാണ് അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് 2015 ലിസ്റ്റ് പ്രകാരം 820 ഹോസ്പിറ്റലിനാണ് അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്നത്. ഇനി ഇന്ത്യയിൽ എങ്ങനെയാണ്? ഇന്ത്യയിൽ എത്ര ഹോസ്പിറ്റലിനാണ് അക്രഡിറ്റേഷൻ ലഭിച്ചിരിക്കുന്നത്? നെക്സ്റ്റ് പോയിന്റ് നോക്കി. 21 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. അതൊന്ന് അടിയിൽ വരച്ചു വെച്ച് പഠിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇന്ത്യയുടെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പോയിന്റ് ആണ് 21 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. അപ്പൊ ഇവിടെ പറഞ്ഞത് 2015 ലിസ്റ്റ് പ്രകാരം വേൾഡ് വൈഡ് ആയിട്ട് അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്ന ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ 820 ആണ്. ഇന്ത്യയിലാണെങ്കിൽ 21. ഇനി നോക്കിയേ. JCI സ്റ്റാൻഡ്സ് ഫോർ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. JCIയുടെ ഫുൾ ഫോം ആയിട്ട് ചോദിക്കാം. എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നാണ്. ഇനി എന്താണ്? ഇറ്റ് ഈസ് എ US based നോട്ട് ഫോർ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡി. നമ്മൾ പറഞ്ഞു നേരത്തെ എന്താണ്? ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമാണെന്ന് പറഞ്ഞല്ലേ. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡി. ലാഭേച്ഛയില്ലാത്ത ഒരു അക്രഡിറ്റേഷൻ ബോഡി അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് ഇത് JCI എന്ന് പറയുന്നത്. അതുപോലെ which sets and addresses standards for the health providers level of performance in key functional areas like patients' rights, patients' treatment and infection control.
നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഓരോ ഹോസ്പിറ്റലിലും സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ലെവൽ ഓഫ് പെർഫോമൻസിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ടോ അതനുസരിച്ചിട്ടാണ് അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഈ 3 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. പേഷ്യൻസ് റൈറ്റ്സ് ഉണ്ട്, അതുപോലെ പേഷ്യൻസ് ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട്. ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ട് 3 കാര്യങ്ങളിലും അവരുടെ ലെവൽ ഓഫ് പെർഫോമൻസ് ഇംപ്രൂവ് ആകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ നല്ല രീതിയിലാണോ, ഈ 3 കാര്യങ്ങളിലും നല്ല രീതിയിലാണോ, അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സ്റ്റാൻഡേർഡ്സിലാണോ ഇവർ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഈ സെന്റൻസ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? JCI എന്താണ് നോക്കുന്നത് പറഞ്ഞതാണ് കേട്ടോ. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, US ബേസ്ഡ് ആണ്, അതുപോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്, ലാഭേച്ഛ ഇല്ലാത്ത സ്ഥാപനമാണ്. അതുപോലെ നമ്മൾ പറഞ്ഞതാണ് ഓരോ ഹോസ്പിറ്റലിനും ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ടാവില്ലേ, ആ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് അവര് നോക്കുന്നത്. അക്രഡിറ്റേഷൻ കൊടുക്കാനായിട്ട് നോക്കുന്നത് എങ്ങനെയാണ്, സ്റ്റാൻഡേർഡ്സ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പാലിച്ചു പോകുന്നുണ്ടോ എന്നതിനനുസരിച്ചിട്ടാണ് അവർ അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ JCI എങ്ങനെയെല്ലാമാണ് നോക്കുന്നത്, പേഷ്യൻസിന്റെ റൈറ്റ്സ്, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ, ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് പാലിച്ചു പോകുന്നുണ്ടോ എന്നാണ് ഇവിടെ JCI നോക്കുന്നത്. ക്ലിയർ ആയോ? ഈ 3 കാര്യങ്ങളിലും ഇവിടെ ലെവൽ ഓഫ് പെർഫോമൻസ് ഇംപ്രൂവ് ആകുന്നുണ്ടോ എന്നാണ് ഇവിടെ JCI നോക്കുന്നത്. ഓക്കെ ആണോ? ഇനി എന്താണ്, JCI's goal is to improve the quality of healthcare in the international community by giving worldwide accreditation services. അന്താരാഷ്ട്ര സമൂഹത്തില് നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിൽ നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് രാജ്യമെമ്പാടും അക്രഡിറ്റേഷൻ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. കിട്ടിയോ? അന്താരാഷ്ട്ര സമൂഹത്തില് നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് രാജ്യമെമ്പാടും അക്രഡിറ്റേഷൻ സർവീസ് നൽകുന്നു. ഇതാണ് ലാസ്റ്റ് സെന്റൻസ്. ഓക്കെ ആണോ? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയറിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അന്താരാഷ്ട്ര സമൂഹത്തില് എന്താണ് ഹെൽത്ത് കെയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് രാജ്യമെമ്പാടും അക്രഡിറ്റേഷൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇനി 2-3 സെന്റൻസും കൂടി ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? ഇത്രയും പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കിയേ. എന്താണ്? JCI standards would take us to improved patient care safety and path of continuous quality improvement. എന്താണ്? ഇനി JCI സ്റ്റാൻഡേർഡ്സിലൂടെ നല്ല രീതിയിൽ അല്ലെ എന്തൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നുണ്ട്, അതുപോലെ ക്വാളിറ്റി അവിടെ കൊടുക്കുന്ന ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. JCI സ്റ്റാൻഡേർഡ്സിലൂടെ നമുക്ക് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? പേഷ്യൻസ് കെയർ ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്? ദിസ് വുഡ് സ്ട്രെങ്തൻ പേഷ്യന്റ്, തേർഡ് പാർട്ടി ആൻഡ് ഇൻഷുറർ കോൺഫിഡൻസ് ആൻഡ് വുഡ് പ്രൊവൈഡ് ആസ് കോമ്പറ്റീറ്റീവ് എഡ്ജ്. എന്താണ്? JCI അല്ലെ ഓരോ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസിനെയാണ് ഈ തേർഡ് പാർട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇവിടെ തേർഡ് പാർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെയാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ JCI അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ഉണ്ടാവും, തേർഡ് പാർട്ടീസ് ഉണ്ടാവും, അതുപോലെ ഇൻഷുറൻസ് കമ്പനീസ് അല്ലെ, ഇൻഷുറൻസുകൾ ഉണ്ടാവില്ലേ, ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ എന്താണ്
നല്ല ഒരു ആത്മവിശ്വാസം, കോൺഫിഡൻസ് ഇൻക്രീസ് ആവുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്, ഇവിടെ നല്ല മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു നേട്ടം കൈവരിക്കാനായിട്ട് ഈ JCI നേട്ടം കൈവരിക്കാനായിട്ട് JCI സ്റ്റാൻഡേർഡ്സിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ഇവിടെ എന്താ പറയുന്നത്, അവിടെ ഈ JCI അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന് തേർഡ് പാർട്ടീസ് ഉണ്ടാവും, അതുപോലെ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ടാവും. ഇവർക്കൊക്കെ നല്ല കോൺഫിഡൻസ് ഇംപ്രൂവ് ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നല്ലൊരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള നേട്ടം കൈവരിക്കാനായിട്ട് ഈ JCI സ്റ്റാൻഡേർഡ്സിലൂടെ സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്, JCI accreditation is the gold standards. എന്താണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാല്? ഗോൾഡ് സ്റ്റാൻഡേർഡ്സ് ഒരു സുവർണ എന്താ പറയുന്നത്, സുവർണ നേട്ടം എന്ന് പറയാം കേട്ടോ. ഗോൾഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ സുവർണ നേട്ടമാണ് ഈ JCI അക്രഡിറ്റേഷൻ കിട്ടുന്നത് എന്ന് പറയുന്നത്. എന്താണ്? ഒരു സുവർണ നേട്ടമാണ്. For quality since it reflects the provision of the highest level of patient care and patient safety. ഇങ്ങനെ സുവർണ നേട്ടം കിട്ടുന്നതിലൂടെ ഒരു ഹോസ്പിറ്റലില് എന്താണ്, പേഷ്യന്റ് കെയറും അതുപോലെ തന്നെ പേഷ്യന്റ് സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഒരു ഹോസ്പിറ്റലിന് സുവർണാവസരം, ഈ JCI അക്രഡിറ്റേഷൻ കിട്ടുന്നത് എന്താണ്, ഒരു സുവർണ അവസരമായിട്ടാണ് അല്ലെങ്കിൽ സുവർണ നേട്ടമായിട്ടാണ് ഓരോ ഹോസ്പിറ്റലും കാണുന്നത്. ഇങ്ങനെ ഈ സുവർണ നേട്ടം കിട്ടുന്നതിലൂടെ എന്താണ്, പേഷ്യന്റ് കെയർ അതുപോലെ തന്നെ പേഷ്യന്റ് സേഫ്റ്റിയും ഹയസ്റ്റ് ലെവലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. കിട്ടിയോ? ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയേ. JCI ഒന്ന് വായിച്ചു നോക്കട്ടോ. ഓക്കെ ആണോ? ജസ്റ്റ് ഈ 8th പോയിന്റ് കൂടി പറഞ്ഞിട്ട് പോവാട്ടോ. JCI എന്നാക്കണോ കേട്ടോ, അവിടെ JCI എന്ന് കൊടുത്തിരിക്കുന്നത്. JCI എന്നാക്കണേ. JCI accreditation. JCI accredits 8 type of health programs. ഏതൊക്കെയാണ് ലിസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഹോസ്പിറ്റൽസ് ഫസ്റ്റ് വൺ ആണ്. ഹോസ്പിറ്റൽസിന് എങ്ങനെയാണ് അക്രഡിറ്റേഷൻ കിട്ടുന്നത്? ഇന്റർനാഷണൽ ബേസിൽ നമുക്ക് കിട്ടാറുണ്ട് അക്രഡിറ്റേഷൻ കിട്ടുന്നുണ്ട്. പിന്നെന്താണ്, അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്. ഇതൊക്കെയാവാം അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്. എക്സാമ്പിൾ പറയാൻ പറ്റുമോ?
academic ആയിട്ട് മെഡിക്കൽ സെന്റർ, വെരി ഗുഡ്. മെഡിക്കൽ കോളേജ് അല്ലേ, അവിടെ എന്താണ് പഠനവും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജോലിയും കിട്ടുന്നുണ്ട് അല്ലെ, ജോലിയും ഉണ്ട്, രണ്ടും കൂടി ഒപ്പമാണ് അല്ലെ, പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്താണ് റിസർച്ചുകൾ അല്ലെ, ഓരോ റിസർച്ചുകൾ നടത്തുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവർക്കും എന്താണ് അക്രഡിറ്റേഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്. ഇതായിരിക്കാം എക്സാമ്പിൾ. ആംബുലേറ്ററി കെയർ എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സിന്റെ ഓഫീസ്, ക്ലിനിക്കുകൾ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് സർവീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്. ക്ലിനിക്. ഇനി എന്താണ് ക്ലിനിക്കൽ ലബോറട്ടറീസ്, ലാബിന് കിട്ടുന്നുണ്ട്. അതുപോലെ ഹോം കെയർ ഫെസിലിറ്റീസ്, നഴ്സിംഗ് കെയർ ഉണ്ടാവും. ഹോം കെയർ ഫെസിലിറ്റീസ്. ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് ആണ് എന്ത്, ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്. ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് ആണ് പാലിയേറ്റീവ് കെയർ, നേഴ്സിംഗ് കെയർ ഒക്കെ കേട്ടോ. ഓക്കെ ഓക്കെ. പിന്നെന്താണ് മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ, എന്തായിരിക്കാം? വെരി ഗുഡ്, ആംബുലൻസ് സർവീസ് കേട്ടോ. പിന്നെന്താണ് പ്രൈമറി കെയർ സെന്റേഴ്സ്. പ്രൈമറി കെയർ സെന്റേഴ്സ് എങ്ങനെയാവാം, എക്സാമ്പിൾ പറയാൻ പറ്റും? CHC ഹെൽത്ത് സെന്റേഴ്സ് കേട്ടോ. എക്സാമ്പിൾസ് കിട്ടിയില്ലേ, മനസ്സിലായില്ലേ? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. അത് ഇത്ര വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.